Praise the Lord. Hallelujah. Hallelujah. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തരികയും ഈ വേളയിൽ നമ്മെ നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി കൂട്ടിച്ചേർത്തിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മഹാദയയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ആ കൃപ നമ്മിൽ മാനസാന്തരമായി, പാപമോചനമായി, രക്ഷയായി വെളിപ്പെട്ടു. ആ കൃപ നമ്മിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകമായി, വരങ്ങളായി, ശക്തിയായി വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരായി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നിൽക്കുവാൻ ആ കൃപ ഓരോരുത്തരെയും പ്രാപ്തരാക്കി. ആ കൃപ നമ്മെ സകല ബന്ധനങ്ങളിൽ നിന്നും വിടുവിച്ചു. നാം ആയിരുന്ന എല്ലാ ബന്ധനങ്ങളും നമ്മെ വിട്ടകന്നത് ബന്ധനങ്ങളെ തകർക്കുന്ന ഈ കൃപ നമ്മിൽ നിറഞ്ഞപ്പോൾ അങ്ങനെ നാം കർത്താവിൻ്റെ മക്കളായി. എന്നാലോ ഈ കൃപ നഷ്ടമായാൽ, ഈ കൃപയിൽ നിന്ന് വഴുതി വീണാൽ പിന്നെയും പഴയ പാപങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതും പിന്മാറ്റത്തിലേക്ക് പോകുന്നതും അങ്ങനെയാണ്. പിന്നെയും വിഗ്രഹാരാധിയായി തീരുന്നത് ഈ കൃപ നഷ്ടമാകുന്നവരാണ്. ഈ കൃപ ദൈവത്തിൻ്റെ രക്ഷയുടെ വെളിച്ചം, ആ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ ശോഭിക്കുവാൻ കർത്താവ് നമ്മിൽ മനസ്സലിഞ്ഞിരിക്കുന്നു. ഈ കൃപ നാം നഷ്ടമാക്കുവാനുള്ളതല്ല. നാം കൃപമേൽ കൃപ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും പുതുതായ കൃപകൾ നാം പ്രാപിക്കുന്നു. ദൈവത്തെ വിട്ടകലാതിരിക്കുവാൻ, ക്രിസ്തുവിൽ നമ്മുടെ കാലടികൾ ഉറപ്പിക്കപ്പെടുവാൻ മാത്രമോ, ഈ കൃപയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ, ഈ വെളിച്ചത്തിന് നാം സാക്ഷ്യം പറയണ്ടേ? കൃപ അതിനും കൂടെയാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ രക്ഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ, ഈ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, ബന്ധനങ്ങൾ തകർക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടു, ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയുന്നു. എന്നാൽ എന്തിനാണ് നിറയ്ക്കപ്പെടുന്നത്? ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ. അപ്പോഴാണ് കൃപ നമ്മിൽ പൂർണ്ണമായി പ്രവർത്തിക്കുന്നത്. നാം ദൈവത്തിൻ്റെ സ്നേഹത്തിന്, കാൽവറിയിലെ ത്യാഗത്തിന്, ക്രിസ്തുവിൻ്റെ രക്തത്തിന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാക്ഷ്യം പറയുന്നവരാവേണം. ഈ സാക്ഷ്യങ്ങളായി നിൽക്കുവാനാണ് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ കൃപ. ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവിൻ്റെ ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നാം പ്രാപിച്ച ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമാകാതെ ഈ കൃപയെ നമ്മിൽ പകർന്നവന് സാക്ഷ്യം വഹിക്കുവാൻ, ഈ കൃപ പിന്നെയും നമ്മെ പ്രാപ്തരാക്കേണ്ടതിനായി നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങൾ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദിയോടെ ഞങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു.
പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാപിച്ച കൃപയെ ഓർത്ത് ഇന്നും ഞങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ മഹാകൃപയെ ഓർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന പിതാവേ, അവിടുത്തെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിക്കുന്നവരായി ഞങ്ങളെ നിലനിർത്തി വരുന്ന ദൈവത്തിൻ്റെ മഹാകൃപയ്ക്കായി സ്തോത്രം. നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുന്ന ഈ വേളയിൽ കർത്താവേ, ഒരിക്കൽ ദൈവത്തിനും ആകെ ആന്യരും പരദേശികളുമായിരുന്ന ഞങ്ങൾ അവിടുത്തെ കൃപയാൽ ദൈവ മക്കളായി തീർന്നതോർത്ത് നന്ദിയോടെ ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord, glory to God. Praise the Lord, glory to Master. Hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ സന്നിധിയിൽ മുട്ടുകളെ മടക്കിയിരിക്കുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. കൃപ ഒരിക്കൽ കൂടെ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഓരോ ഹൃദയങ്ങളിലും ദൈവ കൃപ നിറയ്ക്കപ്പെടുമാറാകണമേ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു മാസ്റ്റർ, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. பிரசன்னத்தை வாஞ்சிக்கிறோம். வல்லமையால் என்னை நிறைத்து நீராளுகை செய்யும். வாரும் தூயாவியே, பிரசன்னத்தை வாஞ்சிக்கிறோம். வல்லமையால் என்னை நிறைத்து நீராளுகை செய்யும். ஹல்லேலூயா, 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 ஹல்லேலூயா,
பிரசன்னத்தை வாஞ்சிக்கிறோ உம் வல்லமையால் என்னை நிறைத்து நீராளுகை செய்யும் வாரும் தூய ஆவியே உம் பிரசன்னத்தை வாஞ்சிக்கிறோ உம் வல்லமையால் என்னை நிறைத்து நீராளுகை செய்யும் அக்கினியும் நீரே பெரும் காற்றும் நீரே பெருமழை போலவே ஆவியை ஊற்றும் அக்கினியும் நீரே பெரும் காற்றும் நீரே பெருமழை போலவே ஆவியை ஊற்றும் வாரும் தூய ஆவியே உம் பிரசன்னத்தை வாஞ்சிக்கிறோ உம் வல்லமையால் என்னை நிறைத்து நீராளுகை செய்யும் Hallelujah. 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 Praise the Lord. Glory to Master. Glory to Jesus. Glory to the Holy Spirit. Hallelujah. 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 നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to God, glory to Master. Hallelujah, hallelujah. Praise the Lord, glory to God. Praise the Lord, glory to Master. Hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു പിതാവേ. Glory to God, hallelujah, hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. Glory to God, hallelujah, hallelujah, hallelujah. Glory to God, glory to Master. Hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെയും നിറച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദയക്കാൽ നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. Glory to God, glory to God, glory to Master. Hallelujah, 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 hallelujah. Praise the Lord, glory to Master.
രാജാധിരാജാവും നീ, എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവും നീ. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവും നീ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിരുന്നു ഞാൻ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിരുന്നു ഞാൻ. മറവിടവും എന്നുപനിധിയും നീ മാത്രം എൻ യേശുവേ. മറവിടവും എന്നുപനിധിയും നീ മാത്രം എൻ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. Glory to God. Hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു കർത്താവേ. അവിടുത്തെ കൃപയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരാകിയ ഞങ്ങൾ അവിടുത്തെ കൃപയാൽ ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരാൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു പിതാവേ. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ പിന്നെയും ഞങ്ങൾ നിറയ്ക്കുമാറാകണമേ. ദൈവിക സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങൾ ശ്രവിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവിൻ്റെ കൃപ ഞങ്ങളെ പ്രാപ്തരാക്കുമാറാകണമേ. ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളിൽ പ്രവർത്തിക്കുമാറാകണമേ. ഓരോ ഹൃദയങ്ങളോടും ഇടപെടുമാറാകണമേ കർത്താവേ. ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഈ കൃപയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകെ ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയെ ഘോഷിക്കുന്നവരായി കടന്നു ചെല്ലുവാൻ ദൈവാത്മാവ് പിന്നെയും ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ, പ്രാപ്തരാക്കുമാറാകണമേ ദൈവമേ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളേവരെയും താഴ്ച അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. സകല മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 34 അതിൻ്റെ 8-ാമത്തെ വാക്യം. സങ്കീർത്തനം 34 അതിൻ്റെ 8-ാമത്തെ വാക്യം. കർത്താവ് നന്മ നിറഞ്ഞവനെന്ന് അനുഭവിച്ചറിയുക. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നന്മ നിറഞ്ഞവൻ
എന്ന് അനുഭവിച്ചറിയുക. ദൈവം നല്ലവനാണെന്ന് അനുഭവിച്ചറിയുക. ദൈവം നല്ലവനാണെന്ന് നീ അനുഭവിച്ചറിയണമെങ്കിൽ നന്മയായ കാര്യങ്ങൾ കർത്താവ് നിനക്ക് ചെയ്തിട്ടുണ്ടാകണം. നന്മയായ കാര്യങ്ങൾ നിനക്ക് കർത്താവ് ചെയ്തു തരുമ്പോൾ അവൻ നല്ലവനാണ് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം നിനക്കുണ്ടാകും. ആ പൂർണ്ണ ബോധ്യത്തിൽ കർത്താവിന് നന്ദി പറയാനുള്ള സന്മനസ്സ് നിനക്ക് വേണം. നന്ദി ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കും ദൈവം ചെയ്ത നന്മകൾക്കും ഒരു നന്ദി വേണം. മനുഷ്യന്, ഒരു വിശ്വാസിയായാൽ നന്ദി ഉണ്ടാകണം. എങ്കിലേ കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വചനം പറയുന്നു, അനുഭവിച്ചറിയുക. ദൈവം നിനക്ക് നന്മയായിട്ടുള്ള എത്രയോ വലിയ വൻകാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. ആ വൻകാര്യങ്ങളിൽ നിനക്ക് നന്ദി ഉണ്ടാകണം. അവൻ നല്ലവനാണ് എന്ന് നീ തിരിച്ചറിയണം. അത് മറ്റുള്ളവരോട് പറയണം. ദൈവം എനിക്ക് ഇന്നന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്നന്ന നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, അവൻ എത്രയോ നല്ലവനാണ് എന്ന് നീ പരസ്യപ്പെടുത്തണം. നിൻ്റെ സാക്ഷ്യം 10 പേരോട് പറയണം. അതുള്ളവരാണ് ദൈവത്തെ അറിയുന്നവരും ദൈവത്തോട് നന്ദിയുള്ളവരും. അല്ലാത്തവർ ദൈവത്തെ വിട്ടുകളയുന്ന കൂട്ടത്തിലുള്ളവരായിരിക്കും. കാര്യങ്ങൾ സാധിച്ചതിന് ശേഷം ദൈവത്തെ വളരെ നിസ്സാരമായി കളഞ്ഞിട്ട് പോകുന്നവർക്ക് ദൈവത്തിൻ്റെ നന്മയായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധ്യമല്ല. രണ്ടാമതെന്തു പറയുന്നു വചനം? അവനിൽ അഭയം തേടുന്നവർ സന്തുഷ്ടൻ. ഹല്ലേലൂയ. ആ ദൈവത്തിൽ അഭയം തേടണം. ദൈവം മാത്രമാണ് നമുക്കെല്ലാവർക്കും ആശ്രയം. കുടുംബവും സ്വന്തവും ബന്ധവും ഒന്നും നിൻ്റെ കൂടെ നിൽക്കില്ല. കുടുംബവും സ്വന്തവും ബന്ധവും ഒന്നും നിൻ്റെ കൂടെ നിൽക്കില്ല. രോഗവും കടബാധ്യതകളും മറ്റുള്ള പ്രശ്നങ്ങളും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിനക്കാരും തുണയായി നിൽക്കില്ല. നിൻ്റെ സ്വന്തവും ബന്ധവും എല്ലാം നിന്നെ വിട്ട് ഓടിക്കളയും. ഇവിടെ വചനം പറയുന്നു, അവനിൽ, ആ ദൈവത്തിൽ അഭയം തേടുന്നവർ സന്തുഷ്ടർ. ആ ദൈവത്തെ ആശ്രയിച്ച് കാണപ്പെടുന്നവർ സന്തുഷ്ടർ. അവർ സന്തോഷിക്കുന്നവരായി കാണപ്പെടും. എപ്പോഴും അവർ സന്തോഷത്തിലായിരിക്കും. കാരണം കർത്താവിൽ അഭയം തേടിയിട്ടുണ്ട്. അവർക്ക് നല്ല ഉറപ്പാണ്, ദൈവം നമുക്കായി പ്രവർത്തിക്കും, നമുക്കായി എല്ലാം ചെയ്തു തരും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതിൻ്റെ 9-ാമത്തെ വചനം പറയുന്നു, കർത്താവിൻ്റെ വിശുദ്ധരെ അവനെ ഭയപ്പെടുക. കർത്താവിൻ്റെ വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ആരാണ്? കർത്താവിൻ്റെ മക്കൾ, രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച് ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ കാണപ്പെടുന്നവരാരാണോ അവരൊക്കെ ദൈവത്തിൻ്റെ വിശുദ്ധരാണ്. കർത്താവിൻ്റെ വിശുദ്ധരെ അവനെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുക, മനുഷ്യനല്ല ഭയപ്പെടേണ്ടത്. ലോകത്ത് മനുഷ്യനെ ഭയപ്പെടുന്നു, പോലീസിനെ ഭയപ്പെടുന്നു. ദൈവത്തെ ഭയപ്പെടാൻ എത്ര പേരുണ്ട്? വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ഇവിടെ തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ വിശുദ്ധരെ അവനെ ഭയപ്പെടുക. അവനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ദൈവത്തെ ഭയക്കുന്നവർക്ക് ഒരു കാര്യത്തിനും ഈ ലോകത്ത് കുറവെന്നുള്ളത് ഉണ്ടായിരിക്കുകയില്ല. ഇത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്.
ഇത് ദൈവം നൽകുന്ന വാഗ്ദാനമാണ്. ഒരു കുറവും നിനക്ക് വരികയില്ല. ദൈവത്തിൽ അഭയം പ്രാപിച്ച് ദൈവത്തോടൊപ്പം ദൈവത്തെ ഭയപ്പെടുകയും ഭയപ്പെട്ട് ജീവിക്കുന്ന നിനക്ക് ഒരു കുറവും ഉണ്ടായില്ല. ദൈവഭയമില്ലാതെ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ എന്നൊക്കെ നീ വിളിക്കുന്നതിൽ അർത്ഥമില്ല. സ്തോത്രം ഹല്ലേലൂയ നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വരണം. അവനോടുള്ള ഭയവും ഭക്തിയും നിമിത്തം അതുണ്ടാകണം. അല്ലാതെ നിൻ്റെ അധരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് പറയുന്നതിൽ അർത്ഥമില്ല. ഹൃദയത്തിൻ്റെ ഉൾഭാഗത്ത് നിന്നും പൊട്ടി പുറപ്പെട്ടു വരേണ്ട കർത്താവിൻ്റെ വചനങ്ങളാണ്, വാക്കുകളാണ് ഈ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്നത്. ദൈവത്തിന് നന്ദി, അതാണ് അതിൻ്റെ അർത്ഥം. ദൈവമേ നിനക്ക് നന്ദി, ദൈവമേ നിനക്ക് സ്തോത്രം, നീ ചെയ്ത സകല നന്മകൾക്കും നിനക്ക് നന്ദി. അത് പറയാനുള്ള സന്മനസ് വേണമെങ്കിൽ ദൈവത്തെ നീ മറക്കാതിരുന്നാൽ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ആ സൽബുദ്ധി ഉണ്ടാകും, അല്ലാത്തവർക്കുണ്ടാകുകയില്ല. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, അവനെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന് വളരെ വ്യക്തമായി വചനം പറയുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഒരു കുറവുമില്ല. ദൈവത്തിൽ വിശ്വാസമില്ലാതെ പേരിനു മാത്രം ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് സിമൻറ്റും മണ്ണും കല്ലും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്ക് പൂമാലയിട്ട് മെഴുകുതിരി കൊളുത്തി അതിനെ തൊഴുന്നത് കൊണ്ട് നിനക്കൊരു പ്രയോജനവും ഇല്ല. കർത്താവ് കല്ലും മണ്ണുമല്ല, കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ആ ജീവിക്കുന്ന ദൈവത്തെ നീ പരമാവധി ഭയപ്പെടണം. അവനെ മാത്രം ആശ്രയിക്കണം. അവനെ മാത്രം ആശ്രയിച്ച് നീ കാണപ്പെട്ടാൽ ഒന്നിനും നിനക്ക് കുറവുണ്ടാകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 34 അതിൻ്റെ 4-ാമത്തെ വാക്യം. സങ്കീർത്തനം 34 അതിൻ്റെ 4-ാമത്തെ വാക്യം. ഞാൻ കർത്താവിനെ അന്വേഷിച്ചു, അവനെനിക്ക് ഉത്തരമരുളി. ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ കർത്താവിനെ തേടി. കർത്താവേ നീ എവിടെയെന്ന് ഞാൻ ചോദിച്ചു എൻ്റെ കർത്താവിനോട്. അവൻ എനിക്ക് ഉത്തരമരുളി, അവൻ ഉടനെ എനിക്ക് മറുപടി തന്നു. മാത്രമല്ല എന്നെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ മോചിപ്പിച്ചു. എൻ്റെ എല്ലാ ഭയപ്പാടുകളെയും അവൻ നീക്കി. എന്നിലുണ്ടായിരുന്ന ആശങ്കകൾ മുഴുവൻ അവൻ അകറ്റിക്കളഞ്ഞു. ഞാൻ ആശങ്കാകുലനായിരുന്നു. ആ ആശങ്കാകുലനായിരുന്ന ഞാൻ എൻ്റെ കർത്താവിനോട് അഭ്യർത്ഥിച്ചപ്പോൾ, കർത്താവേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഉടനെ ഉത്തരമരുളി. എന്തുത്തരം? ഇതാ ഞാൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ മോചിപ്പിച്ചു. അവനെ നോക്കി, 5-ാമത്തെ വാക്യം പറയുന്നു, അവനെ നോക്കി തേജസ്വികളാകുക. യേശുവിൻ്റെ മുഖത്തെ നോക്കി നീ പ്രകാശിക്കണമെന്ന് പറയുന്നു. നിന്റെ മുഖം യേശുവിൻ്റെ മുഖത്തിൽ തട്ടി യേശുവിൻ്റെ പ്രകാശം നിന്റെ മുഖത്തിലേക്ക് വരണം. തേജസ്വികളായി കാണപ്പെടണം, സന്തോഷിക്കുന്നവരായി കാണപ്പെടണം, ആഹ്ലാദിക്കുന്നവരായി കാണപ്പെടണം, പ്രസന്നതയുള്ളവരായി കാണപ്പെടണം, ദുഃഖമെന്തെന്നറിയാത്തവരായി നീ കാണപ്പെടണം. അതാണ് ദൈവം നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. നീ കരയുവാനും സങ്കടപ്പെടുവാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ കരയുന്നതും സങ്കടപ്പെടുന്നതും നിൻ്റെ ദുർമാർഗമായ വഴികളിൽ നീ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിനക്ക് തോന്നുന്നത് പോലെ നീ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ദുഃഖവും സങ്കടവും കരച്ചിലും കണ്ണീരും ഒക്കെ വരുന്നത്. യേശുവിനോടുകൂടി ഒപ്പമുണ്ടായിരുന്നാൽ
ഈ അനുഭവങ്ങളൊന്നും നിനക്ക് കിട്ടുകയില്ല, നിനക്കുണ്ടാകുകയില്ല. അവനെ നോക്കി തേജസ്വികളാകുക, പിന്നെ നിങ്ങൾ ഒരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല. അവനെ നോക്കി പ്രകാശിക്കുക, തേജസ്വികളാകുക, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ലോകത്തെ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, അവൻ എനിക്ക് പരിഹാരിയായി ഉണ്ട്. അവൻ എന്നെ കാക്കുന്നവനാണ്, അവൻ എന്നെ കരുതുന്നവനാണ്, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, അവൻ എനിക്കായി എല്ലാം ചെയ്തു തരുന്നവനാണ്. ഇത് നിൻ്റെ ഹൃദയത്തിൽ ദൃഢമായി പതിയുമ്പോൾ നിൻ്റെ മുഖം പ്രകാശിക്കും. കർത്താവിലുള്ള ആ വലിയ വിശ്വാസം നീ നിലനിർത്തേണ്ടി വരും. നിലനിർത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ മാർഗങ്ങളില്ല. 6-ാമത്തെ വാക്യം പറയുന്നു, ഈ പാവപ്പെട്ടവൻ നിലവിളിച്ചു. ഈ പാവപ്പെട്ടവൻ നിലവിളിച്ചു പറയുന്ന ആരാണ്? മഹാരാജാവാണ്, ചക്രവർത്തിയാണ്. ഇസ്രയേൽ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ ദാവീദ് പറയുന്നു, ഈ പാവപ്പെട്ടവൻ നിലവിളിച്ചു, കർത്താവ് അയാളെ കേട്ടു. ഈ പാവപ്പെട്ടവനെന്ന് പറയുന്നു. എന്താണ് കുറവ്? ഈ രാജാവിന്, ചക്രവർത്തിക്ക് എന്താണ് കുറവ്? പണമോ സ്വത്തോ സ്വർണമോ പടകളോ സൈന്യങ്ങളോ? എന്താണ് കുറവ്? ഒന്നിനും കുറവില്ലാത്ത ഒരു ചക്രവർത്തി ഈ ദൈവത്തെ ആശ്രയിക്കുന്നു. എല്ലാം നിറഞ്ഞവൻ, സമ്പൂർണനായി കാണപ്പെടുന്നവൻ, ലൗകികമായ എല്ലാം സ്വത്തുക്കളും ഉള്ളവൻ. അവന് ആത്മീയമായ സ്വത്തുക്കൾ വേണം. അവൻ മരിച്ചാൽ അവന് സ്വർഗത്ത് പോകണം. മരിച്ചാൽ സ്വർഗത്ത് പോകണമെങ്കിൽ അവന് ആത്മാവിൻ്റെതായ സ്വത്തുണ്ടാകണം മുകളിൽ. ആ സ്വത്തിന് വേണ്ടിയാണ് ഈ രാജാവ്, മഹാരാജാവ്, ഈ ചക്രവർത്തിയായ ദാവീദ് കരയുന്നു. അവൻ നിലവിളിച്ചു കരഞ്ഞു. ഇവൻ പറയുന്നു, ഈ പാവപ്പെട്ടവൻ നിലവിളിച്ചു, കർത്താവ് അയാളെ കേട്ടു. കർത്താവ് അയാളെ കേട്ടു, അയാളുടെ പ്രാർത്ഥന കേട്ടു. അയാളെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷിച്ചു. അയാൾക്ക് ദുരിതങ്ങളേ ഇല്ല. എല്ലാ ദുരിതങ്ങളിൽ നിന്നും കർത്താവ് രക്ഷിച്ചു. അത് ദാവീദിന് മാത്രം കുത്തകയല്ല, നിനക്കും കൂടിയുള്ളതാണ്. ദാവീദും നീയും കർത്താവിൻ്റെ മുമ്പിൽ ഒന്നാണ്. നിന്നെയും ദാവീദിനെ പോലെ കർത്താവ് കരുതുന്നു. എന്നാൽ പ്രവൃത്തിയിൽ നീ ദാവീദിനെ പോലെ അല്ല. നീ പ്രവൃത്തിയിൽ ദാവീദിനെ പോലെ ഇല്ല. നീ ലൗകിക സുഖങ്ങൾക്കും പൈസയ്ക്കും മീനിനും സ്വന്തങ്ങൾക്കും സ്വന്തം കാര്യങ്ങൾ നടക്കുവാനും നീ ആശ്രയിക്കുകയാണ്. ഇവിടെ ചക്രവർത്തി ആശ്രയിക്കുന്ന ഒരു ദൈവത്തെ, കർത്താവിനെ ആശ്രയിക്കുന്നു. എന്തിന്? അവന് സ്വർഗത്ത് പോകണം. ചക്രവർത്തിക്ക് എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. ആത്മീയതയിൽ വളരണം. ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി ബലപ്പെടുത്തണം. അങ്ങനെ അവസാനം ദൈവകരങ്ങളിൽ അവൻ ചെന്നെത്തണം. ആ മോഹമാണ്. അതുമാത്രമല്ല, ബാക്കി ഒന്നിനും അവൻ ആശ്രയിക്കുന്നില്ല മനുഷ്യരെ, ആരെയും. അവൻ, ആ ചക്രവർത്തി, ആശ്രയിക്കുന്നത് ദൈവത്തെ മാത്രം. എനിക്കെൻ്റെ ദൈവം എല്ലാം ചെയ്തു തരും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ദാവീദിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നിനക്ക് ഓർമ്മ വേണം. ഒരു ചക്രവർത്തി കിടന്ന് നിലവിളിക്കുന്നു. നീയോ മീനിന് വേണ്ടി കിടന്ന് നിലവിളിക്കുന്നു, പൈസയ്ക്ക് വേണ്ടി കിടന്ന് നിലവിളിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിലവിളിക്കുന്നു, നിൻ്റെ വ്യാമോഹങ്ങൾ നടക്കാൻ വേണ്ടി നീ നിലവിളിക്കുന്നു. ഇവിടെ രാജാവ് നിലവിളിക്കുന്നു ആത്മീയമായി വളരാൻ വേണ്ടി. ആത്മീയമായി വളരണം. ദൈവവുമായിട്ടുള്ള ബന്ധം മുറുകെ പിടിക്കണം. ദൈവമെല്ലാം നോക്കിക്കൊള്ളും. എൻ്റെ രാജ്യത്തെ നോക്കിക്കൊള്ളും, എൻ്റെ സൈന്യത്തെ നോക്കിക്കൊള്ളും, എൻ്റെ ജനങ്ങളെ നോക്കിക്കൊള്ളും. എല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. ഞാൻ ഒന്നിനും ആശ്രയിക്കേണ്ട കാര്യമല്ല. ഞാൻ ആശ്രയിക്കേണ്ട ദൈവത്തെ മാത്രമാണ് എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ
കാണപ്പെടുന്ന ഒരു ദാവീദിനെ നീ ഓർക്കണം. ആ ദാവീദിനെ നീ ഓർക്കണം. നിനക്കും ദാവീദിനുമുള്ള വ്യത്യാസം എന്താണ്? വലിയ വ്യത്യാസമില്ല. ദാവീദും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവനാണ്. ചക്രവർത്തി ദാവീദ്, ഇസ്രായേൽ ജനത്തിൻ്റെ ചക്രവർത്തിയായ ദാവീദ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവനാണ്. അതേ അഭിഷേകം, ദാവീദിന് ദൈവം നൽകിയ അതേ അഭിഷേകം നിനക്ക് തന്നല്ലോ, നിനക്ക് തന്നല്ലോ, നിനക്ക് തന്നല്ലോ. നിനക്ക് എത്ര പേർക്കത് ഓർമ്മയുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവെളിപാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ക്ഷമാപൂർവമായ സഹനം എന്ന എൻ്റെ വാക്ക് നീ പാലിച്ചതുകൊണ്ട് ഭൂവാസികളെ പരിശോധിക്കാൻ ലോകം മുഴുവൻ്റെയും മേൽ വന്നു ഭവിക്കുന്ന പരീക്ഷയുടെ വിനാഴികയിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കും. കർത്താവിൻ്റെ വലിയൊരു വാഗ്ദാനമാണ്. എന്താണ് വാഗ്ദാനം? ക്ഷമാപൂർവമായ സഹനമെന്ന എൻ്റെ തിരുവചനങ്ങൾ നീ പാലിച്ചു. ബൈബിളിൽ എഴുതിയിരിക്കുന്ന തിരുവചനങ്ങൾ പാലിച്ചു. ചുമ്മാ വായിച്ചു വിട്ടതല്ല. ചുമ്മാ വായിച്ചു വിട്ടതോ വേറൊരുവൻ വായിക്കുന്നത് കേട്ടതുകൊണ്ടോ നിനക്ക് നന്മയില്ല. അത് നിൻ്റെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ, ആ വചനം നിൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ അതുകൊണ്ട് നിനക്ക് നന്മ കിട്ടുകയുള്ളൂ. ഇവിടെ കർത്താവ് പറയുന്നു, ക്ഷമാപൂർവമായ സഹനമെന്ന എൻ്റെ വാക്ക് നീ പാലിച്ചതുകൊണ്ട് ഭൂവാസികളെ പരിശോധിക്കാൻ ലോകം മുഴുവൻ്റെയും മേൽ വന്നു ഭവിക്കുന്ന പരീക്ഷയുടെ വിനാഴികയിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ഈ ലോകം നശിച്ചു പോകുന്ന ഒരാപത്ത് വരുവാൻ പോകുന്നു. വൻ ആപത്ത് വരുവാൻ പോകുന്നു. ഈ വൻ ആപത്ത് വരുമ്പോൾ അഭിനയിക്കുന്നവരും ദൈവസ്നേഹം ഉള്ളവരെ പോലെ കാണിക്കുന്നവരും ഹല്ലേലൂയ സ്തോത്രമെന്ന് പറയുന്നവരും രംഗത്ത് കാണുകയില്ല. എല്ലാം വീണ് ചത്തുപോകും. ആരാണ് നിലനിൽക്കുക? വചനം തൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി വചനപ്രകാരം ജീവിച്ചവർ എത്ര പേരോ അവരെയെല്ലാം ഞാൻ രക്ഷിക്കുമെന്ന് ദൈവം ഇവിടെ വാഗ്ദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ രക്ഷിക്കണമെന്ന് മോഹം. നിനക്കൊരാപത്തും വരരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ആ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ആ ദൈവമാണ്. യേശു ക്രിസ്തുവാണ് നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ആ യേശു ക്രിസ്തുവിലൂടെ നാം വീണ്ടും ജനിക്കണം. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന നാം വീണ്ടും ഒരിക്കൽ കൂടി യേശുവിലൂടെ നാം ജനിക്കണം. യേശുവിൻ്റെ അർത്ഥമെന്താണ്? യേശുവിൻ്റെ മക്കളായി മാറണം. അതെങ്ങനെ യേശുവിൻ്റെ മക്കളായി മാറാൻ? നിൻ്റെ പാപങ്ങൾ നീ വിളംബരം ചെയ്യുകയും നിൻ്റെ പാപങ്ങൾ ഏറ്റുപറയുകയും നിൻ്റെ പാപങ്ങൾക്ക് ക്ഷമ നേടുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ മകനായി മകളായി നീ രൂപാന്തരപ്പെടുന്നു. കർത്താവ് നിൻ്റെ ഭാരം മുഴുവനും കർത്താവ് എടുക്കുന്നു. നിനക്ക് താങ്ങും തണലുമായി ദൈവം കാണപ്പെടും. നിന്നെ കരുതുന്ന ദൈവമാണത്. നിന്നെ കാക്കുന്ന ദൈവമാണ്. നിനക്കായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെ നീ ആശ്രയിക്കണം. അല്ല എങ്കിൽ രക്ഷപ്പെടാൻ പഴുതുകളില്ല. ആ ദൈവത്തിൽ മാത്രം രക്ഷ. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ ജനമായി കാണപ്പെടുവാൻ ഉള്ള ശ്രമം നിന്നിലുണ്ട് എങ്കിൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും അവൻ കടന്നു വരും. നിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിലും അവൻ കടന്നു വരും. നിൻ്റെ മക്കളുടെ കാര്യങ്ങളിൽ കടന്നു വരും. നിൻ്റെ വീട്ടിലെ കാര്യങ്ങളിൽ അവൻ കടന്നു വരും. നീ ചെയ്യുന്ന തൊഴിലെന്താണോ ആ തൊഴിലിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി അവൻ കടന്നു വരും.
നിന്നെ കാക്കുന്ന ദൈവം, നിന്നെ കരുതുന്ന ദൈവം, നിനക്കായി പ്രവർത്തിക്കുന്ന ദൈവം. ആ ദൈവത്തെ മറന്ന് ഈ ലോകത്ത് ഒരുവനും ജീവിക്കാൻ പറ്റുകയില്ല. വചനങ്ങൾ പറയുന്നതോ കേൾക്കുന്നതോ കൊണ്ടല്ല, വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ അതിനെ അധിഷ്ഠിതമാക്കി വെച്ചുകൊണ്ട് ആ വചനപ്രകാരം നീ ജീവിക്കണം. ദൈവത്തിന് ആദ്യ സ്ഥാനം കൊടുക്കണം, കർത്താവിന് ആദ്യ സ്ഥാനം കൊടുക്കണം. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം. സമർപ്പണമാണ്. കാരണം കർത്താവ് സമർപ്പണം ചെയ്ത് തന്നെ ആർക്ക് വേണ്ടി? നമുക്കെല്ലാവർക്കും വേണ്ടി, ഈ ലോകത്തിലെ ജനതകൾക്കായി ദൈവം തന്നെ സമർപ്പിച്ചു, യാഗമാക്കി മാറ്റി നമുക്ക് വേണ്ടി മരിച്ചു, രക്തം ചിന്തി മരിച്ച ആ യേശുവിൻ്റെ രക്തം ഇപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ച രക്തം, അത് ഗാഗുൽത്താൽ മലയിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ രക്തത്തിനാവശ്യം ആത്മാക്കളെയാണ്. നീ ആത്മാക്കളെ നേടിക്കൊടുക്കണം. ആ രക്തം തുടിക്കുകയാണ്. ആത്മാക്കളെ തേടാൻ നിനക്ക് മനസ്സില്ല എങ്കിൽ നിൻ്റെ പാട് കഷ്ടമായി പോകും. സുവിശേഷം അറിയിക്കണം മറ്റുള്ളവരെ. 2 വാക്കുകളിൽ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച്, യേശുവിൽ നിന്നും രക്ഷ സ്വീകരിച്ച് യേശുവിൻ്റെ മകനായി മകളായി മാറൂ. ഇല്ലെങ്കിൽ നീ ചത്താൽ നരകത്ത് പോകും എന്ന് പറഞ്ഞു കൊടുക്കേ. ദൈവം ഇത് ആഗ്രഹിക്കുന്നു. ദൈവം കരുതുന്ന ദൈവം, കാക്കുന്ന ദൈവം എന്നുള്ള സത്യം നീ മറന്നു കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 139 അതിൻ്റെ 7-ാമത്തെ വാക്യം. സങ്കീർത്തനം 139 7-ാമത്തെ വാക്യം. നിന്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടെ പോകും? ദാവീദ് നിലവിളിക്കുന്നു. ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, നിന്നെ വിട്ട് ഞാൻ എവിടെ പോകും? ഞാൻ നിന്നെ വിട്ട് പൊക്കളയുമോ എന്ന് നീ വിചാരിക്കരുത്. ഞാൻ പോകുകയില്ല. ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോകുകയില്ല. ഞാൻ നിന്നെ വിട്ടു ഞാൻ പോവുകയില്ല. നിന്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടെ പോകും? ഇവിടെ ദാവീദ് ചോദിക്കുന്നു. വീണ്ടും അവൻ പറയുന്നു, നിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ എങ്ങോട്ട് ഓടിപ്പോകും? മറ്റുള്ളവരൊക്കെ ഓടിപ്പോകും, ഞാൻ ഓടത്തില്ല. നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടിപ്പോകും? ഞാൻ ഓടത്തില്ല. കാര്യങ്ങൾ കഴിയുമ്പോൾ ഓടിപ്പോകുന്നവരാണ് ധാരാളം പേരും. എന്നാൽ ഞാൻ ഓടുകയില്ല. എൻ്റെ യേശുവിനെ വിട്ട് ഞാൻ ഒരിക്കലും ഓടുകയില്ല. ഞാൻ എങ്ങോട്ട് ഓടിപ്പോകും എന്ന് പറയുന്ന ദാവീദ് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ആകാശത്തിലേക്ക് ആരോഹണം ചെയ്താൽ നീ അവിടെയുണ്ട്. നിന്നെ വിട്ട് പൊക്കളയാമെന്ന് ഒരുപക്ഷെ ഞാൻ വിചാരിച്ച് ഞാൻ ആകാശത്തിലേക്ക് അങ്ങ് പറന്നു ചെന്ന് നിന്നെ കാണാതെ ഒളിച്ചിരിക്കാമെന്ന് വെച്ചാൽ നീ അവിടെയുണ്ട്. ആകാശത്തും നീ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് തണലായി നീ ഉണ്ട്, എനിക്ക് കൂട്ടായി നീ ഉണ്ട്, എന്നെ കരുതുന്നവനായി നീ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അത് എന്നിട്ട് ഈ ദാവീദ് പറയുന്നു, പാതാളത്തിൽ ചെന്ന് കിടക്കാമെന്ന് വെച്ചാൽ അവിടെയും നീ ഉണ്ട്. നിന്നെ വിട്ടു ഓടി ഞാൻ പാതാളത്തിൽ ചെന്ന് കിടക്കാം, അപ്പം കാണത്തില്ല എന്ന് ഞാൻ വിചാരിച്ച് ചെന്ന് കിടന്നാലും പാതാളത്തിലും എന്നെ തേടി നീ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാതാളത്തിലും നീ എന്നെ തേടി വരും. എനിക്ക് ആശ്രയം നൽകുവാൻ, എനിക്ക് തുണയാകുവാൻ, എന്നെ വഴി നടത്തുവാൻ നീ പാതാളത്തിലും വരും. ഞാൻ ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് കടലിൻ്റെ അങ്ങേയറ്റത്ത് പോയി പാർത്താൽ
ഉഷസിൻ്റെ ചിറക് വിടർത്തി പറന്ന് കടലിൻ്റെ അക്കര, കടലിൻ്റെ മറുകരയിൽ ഞാൻ ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കരം എന്നെ നയിക്കും. അവിടെയും നീ വന്ന് നിൽക്കും എൻ്റെ അടുത്ത്. അവിടെയും നീ എന്നെ നയിക്കും. നിന്റെ വലം കൈ എന്നെ താങ്ങിക്കൊള്ളും. അവിടെയും നിന്റെ വലം കൈ എന്നെ താങ്ങിക്കൊള്ളും. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് നന്മയ്ക്കൊരു കുറവും ഉണ്ടാകുക ഇല്ല. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് നന്മയ്ക്ക് ഒന്നും ഒരു കുറവും ഉണ്ടാകുകയില്ല. ദൈവം നമ്മെ വിടുകയില്ല. ദൈവം നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമ്മോടൊപ്പം കാണപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ദൈവത്തിൽ നിന്നും അകന്ന് നിൽക്കാൻ ഒരുപക്ഷെ ആഗ്രഹിച്ചാലും നിൻ്റെ ദൈവം നിന്നെ വിടുകയില്ല. പുറകെ വരും. നിന്നെ കാക്കുന്നവൻ, അവൻ നിന്നെ കരുതുന്നവൻ, നിനക്കായി പ്രവർത്തിക്കുന്നവൻ, അവസാനം നിനക്ക് കൈ തന്ന് നിന്നെ താങ്ങി എടുക്കുന്നവൻ, അങ്ങനെയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ വചനത്തിൻ്റെ അർത്ഥങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തെ, നമുക്കായി എല്ലാം ചെയ്തു തരുന്ന ഒരു ദൈവത്തെ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു നല്ല ദൈവത്തെ കർത്താവ് എവിടെ നമുക്ക് കാണിച്ചു തരുന്നു. അവൻ്റെ കരങ്ങൾ നമ്മെ താങ്ങുന്നു. അവൻ്റെ കരങ്ങൾ നമ്മേൽ പ്രവർത്തിക്കുന്നു. അവൻ്റെ കരം തൊട്ട് ദൈവം നമ്മെ ആശ്ലേഷിക്കുന്നു. അവൻ്റെ കരം തൊട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ കരം നമ്മിലേക്ക് കടന്നു വരുന്നു. ആ കരത്താൽ നിന്നെ തൂക്കി പിടിക്കുന്നു. നിനക്കൊരു ആപത്തും വരാതെ, നിനക്കൊരു പ്രശ്നവും വരാതെ, നിനക്കൊരു സങ്കടവും വരാതെ കർത്താവ് നിന്നെ താങ്ങി പിടിക്കുന്നു. ആ നല്ല ദൈവത്തെ മറന്ന് ഞാൻ എവിടെ പോകുമെന്ന് നീ ചോദിക്കരുത്. കർത്താവ് അവിടെയും വരും. പാതാളത്ത് പോയാൽ അവിടെയും വരും. ആകാശത്തിൽ പറന്നു പോയാൽ അവിടെയും വരും. കടലിനക്കരെ പോയാൽ അവിടെയും വരും. അങ്ങനെയുള്ള ഒരു നല്ല ദൈവത്തെ നമുക്ക് ഇവിടെ കാണപ്പെടുന്ന ഈ സങ്കീർത്തനത്തിൽ കാണപ്പെടുന്ന ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, ആ കർത്താവിനോടൊപ്പം കാണപ്പെടാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരം നൽകി. എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എൻ വഴി കുറവുതിർത്തു, എൻ വഴി കുറവുതിർത്തു. കഷ്ടങ്ങൾ തീർന്നിടറാ, പ്രതിഫലം ലഭിക്കാറാ. കഷ്ടങ്ങൾ തീർന്നിടറാ, പ്രതിഫലം ലഭിക്കാറാ. എൻ സാക്ഷിയം സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. എൻ സാക്ഷിയം സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. എണ്ണുന്ന നുഴച്ചകളെ കണ്ണൂരി തുരുത്തിയിലും. എണ്ണുന്ന നുഴച്ചകളെ കണ്ണൂരി തുരുത്തിയിലും. നിന്റെ പുസ്തകത്തിൽ അവ എഴുതിയിരിക്കയാ,
നിന്റെ പുസ്തകത്തിൽ അവ എഴുതിയിരിക്കയാൽ ഒന്നിലും ഭയപ്പെടില്ല, ഒന്നിലും ഭയപ്പെടില്ല. കഷ്ടങ്ങൾ തീർന്നിടരാ, പ്രതിഫലം ലഭിക്കാരാ. കഷ്ടങ്ങൾ തീർന്നിടരാ, പ്രതിഫലം ലഭിക്കാരാ. എൻ സാക്ഷിയം സ്വർഗത്തിലും എൻ ജാമ്യക്കാർ ഉയരത്തിലും. എൻ സാക്ഷിയം സ്വർഗത്തിലും എൻ ജാമ്യക്കാർ ഉയരത്തിലും. യഹോവ എൻ പരിപാലകൻ, വലഭാഗത്തെങ്ങും തണലും. യഹോവ എൻ പരിപാലകൻ, വലഭാഗത്തെങ്ങും തണലും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനാകിലും, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനാകിലും ഒന്നും എന്നെ ബാധിക്കയില്ല, ഒന്നും എന്നെ ബാധിക്കയില്ല. കഷ്ടങ്ങൾ തീർന്നിടരാ, പ്രതിഫലം ലഭിക്കാരാ. കഷ്ടങ്ങൾ തീർന്നിടരാ, പ്രതിഫലം ലഭിക്കാരാ. എൻ സാക്ഷിയം സ്വർഗത്തിലും എൻ ജാമ്യക്കാർ ഉയരത്തിലും. എൻ സാക്ഷിയം സ്വർഗത്തിലും എൻ ജാമ്യക്കാർ ഉയരത്തിലും. ആറു കഷ്ടം കഴിയും, ഏഴാമത്തേതിലും കാക്കും. ആറു കഷ്ടം കഴിയും, ഏഴാമത്തേതിലും കാക്കും. തിന്മ തൊടാതവൻ നന്മയാൽ കാത്തിടും, തിന്മ തൊടാതവൻ നന്മയാൽ കാത്തിടും. വൻകൃപയിൽ ദിനവും, വൻകൃപയിൽ ദിനവും. കഷ്ടങ്ങൾ തീർന്നിടരാ, പ്രതിഫലം ലഭിക്കാരാ. കഷ്ടങ്ങൾ തീർന്നിടരാ, പ്രതിഫലം ലഭിക്കാരാ. എൻ സാക്ഷിയം സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. എൻ സാക്ഷിയം സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. ஹalleluya, ஹalleluya, ஹalleluya. நம் ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுவோம். ஆண்டவராகிய இயேசு இந்த பூமியை விட்டு பரலோகம் சென்றார். அவர் போகும்போது நான் தந்தையிடமிருந்து வல்லமை அனுப்பப் போகிறேன். வல்லமை வரும் வரையிலும் அப்போஸ்தலர்களோடு சொன்னார், நீங்கள் எல்லோரும் இந்த நகரை விட்டு, எருசலேம் நகரை விட்டு நீங்காதிருங்கள். ஏன் அப்படி சொன்னார்? அந்த வல்லமை பெற்றுக்கொண்ட பிறகுதான் ஆண்டவரின் திருப்பணி செய்ய வேண்டும். அந்த வல்லமையை பெற்றுக்கொள்ளாதவர்களுக்கு பயம் உண்டாகும், அச்சம் உண்டாகும், பயப்படுவார்கள். ஆண்டவரின் வார்த்தை பிறருக்கு சொல்ல பயப்படுவார்கள். ஆகவே தான் ஆண்டவர் விண்ணகம் செல்லும் போது, அவர் இறந்து உயர்த்து 40வது நாளில் பரலோகம் செல்லும் போது, நான் தந்தையிடம் செல்கிறேன், நான் புறப்பட்டு செல்லாவிட்டால் ஆண்டவராம் ஆவியானவர் வரமாட்டார் என்று சொன்னார். நான் போகிறேன், ஆவியானவரை அனுப்புவேன். ஹல்லேலூயா. ஆவியானவர் வந்த பிறகு, அவருடைய வல்லமையை பெற்ற பிறகு, நீங்கள் எல்லோரும் ஆண்டவருடைய வார்த்தையை எடுத்துக்கொண்டு பல இடங்களுக்கும் புறப்பட்டு செல்ல வேண்டும் என்றார். அருமையானவர்களே, உங்களோடு ஒரு கேள்வி கேட்கிறேன். ஆண்டவருடைய ராஜ்யம் இறங்கிய இடம், இடப்பாடு சென்ற எத்தனை பேருக்கு அவருடைய வல்லமையை பெற்றவர்கள், அவருடைய ஆவியை பெற்றுக்கொண்டவர்கள்?
ஆண்டவராகிய இயேசு உங்களுக்குள்ளே குடிகொண்டு இருக்கிறார். எத்தனை குழந்தைகளை கொண்டு வந்தாலும் பசித்து குழந்தைகள் அழாது. ஆண்டவருடைய பெரிதான சக்தி உங்களை சுட்டி இயங்கிக் கொண்டே இருக்கின்றது. இங்கு நடக்கும் ஒரு அதிசயமான காரியம் அதுவே. ஆண்டவருடைய பெரிதான சக்தி பெருமழை பெய்யும் போது காட்டாற்று வெள்ளம் போல தண்ணீர் புறப்பட்டு 4 வழிகளிலும் செல்லுவது போல ஆண்டவராம் ஆவியானவர் அவருடைய ராஜ்யத்தின் சக்தி நீங்கள் இருக்கும் இடம் மட்டுமல்ல, எங்கும் எல்லா இடங்களிலும் அது கடந்து சென்று கொண்டே இருக்கின்றது. அதனுடைய ஆழமான இடம் இடப்பாடு சென்றார். கடைசி காலத்தின் இந்த வார்த்தைகள் பிறருக்கு எடுத்து சொல்ல வேண்டியது. ஆண்டவராகிய இயேசு கிறிஸ்துவின் வல்லமையின் ஆவியானது அவரிடமிருந்து பிதாவாகிய தேவன் அனுப்புகிற அந்த சக்தி உங்களுக்குள் குடி கொண்டுள்ளது. ஒரு நபர் அல்ல, நீங்கள் ஒரு நபர் அல்ல, உங்களுக்குள் ஆண்டவர் வாசம் செய்கிறார். ஆண்டவர் இயேசு இறந்தது ஆசீர்வாதத்துக்கா? சிந்தை இல்லாத மக்களாகிறாதீர்கள். உங்களுடைய உள்ளம் தாழ்மையோடு காணப்பட வேண்டும். யாரிடத்திலும் கோபத்தோடு, சீற்றத்தோடு, சினத்தோடும், தப்பான எண்ணங்களோடு பேசவே கூடாது. நல்லவர்களைப் போல அபிநயம் பண்ணக்கூடாது. ஏன்? உனக்குள்ள ஆண்டவர் வீற்றிருக்கிறார். உனக்குள் இருப்பவர் ஆண்டவர். அவர் உன்னுடைய செயல் அனைத்தை, உன் கண் பார்வை, உன்னுடைய வார்த்தை, பேச்சு, உன்னுடைய நடத்தை, நீ நிற்பது நடப்பது எல்லாம் காண்கிறவராய் இருக்கிறார். ஆண்டவர் உனக்குள் இருக்கிறார். ஆண்டவர் உனக்குள் வாசம் செய்கிறார். ஹல்லேலூயா, ஹல்லேலூயா. 1 கொரிந்தியர் 6ஆம் அதிகாரம் 19வது வசனம் வாசிப்போம். உங்களுக்குரிய உடல் பரிசுத்த ஆவியின் ஆலயம் என்பது உங்களுக்கு தெரியாதா? ஹல்லேலூயா. சின்னப்பர் கூறுகிறார், உங்களுடைய உடல் பரிசுத்த ஆவியின் ஆலயம் என்பது உங்களுக்கு தெரியாதா? ஹல்லேலூயா, ஹல்லேலூயா. பரிசுத்த ஆண்டவர் தங்கும் ஆலயம் என்பது உங்களுக்கு தெரியாதா? ஹல்லேலூயா. ஆண்டவர் குடி கொண்டாரா? இல்லை அவர் உங்களை விட்டு போய்விட்டாரா? நீங்கள் ஆண்டவரின் ஆலயமாகவே உங்களுடைய வாழ்க்கையில் காணப்படுகிறீர்களா? அவர் வாழ்கிறாரா? அவர் உனக்குள் வாழ்கின்றாரா? ஹல்லேலூயா, ஹல்லேலூயா. நீங்கள் ஆண்டவரின் ஆலயம் என்பதும் ஆண்டவர் ஆவியானவர் குடிகொண்டிருக்கிறார் என்பதும் உங்களுக்கு தெரியாதா? ஹல்லேலூயா. ஒரு நேரம் உணவு, ஒரு குடும்பத்தின் தேவையை தன்னுடைய மகனையே சாகும்படியாக கையளித்தவர், சிலுவை மரணப்பாடுகளை தன்னுடைய மகன் ஏற்றுக்கொள்ளும்படி விட்ட ஆண்டவர், சிந்திக்க முடியுமா உங்களால? தன்னுடைய மகனுக்கு ஏற்ற துயரம், அவரை கட்டி வைத்து 5000க்கு மேல் பெண்ணிய கசைவார்னாலே அடித்து துன்புறுத்தினார்கள். அவருடைய தலைமையிலே முள்முடி சூட்டினார்கள்.
மீண்டும் தலையில் அடித்தார்கள். அவருடைய முகத்தின் மேலே காரி துப்பினார்கள். அவருடைய கன்னத்தில் அறைந்தார்கள். அருமையானவர்களே, இந்த பெரிதான பிரேயரில் கலந்து கொள்கிற சகோதர சகோதரிகளே, உங்களுக்கு என்ன தேவை? தன்னுடைய மகனையே சாவுக்கு கையளித்தவர் உன் குடும்பத்தின் தேவையை நிறைவேற்றாமல் இருப்பாரோ? உனக்குரிய உணவை கொடுக்காமல் இருப்பாரோ? அடுத்து வாசி. உங்களுக்குள் ஆண்டவர் கொடுத்த அந்த ஆவியை கடவுளிடமிருந்து, பிதாவாகிய தேவனிடமிருந்து பெற்றுக்கொண்டீர்கள். ஹல்லேலூயா, ஹல்லேலூயா. ஆகவே நீங்கள் யாரும் உங்களுக்கு சொந்தமானவர்கள் அல்ல. நான் கணவன், என்னுடைய மனைவிக்கு சொந்தம், அது வீட்டுக்குள்ள. நான் மனைவி, எனக்கு புருஷன் சொந்தம், அது வீட்டுக்குள்ள. ஆண்டவரின் இல்லத்தில் ஆண் பெண் என்பது இல்லை. எப்படி இருப்பார்கள்? ஆண்டவர் இயேசுவை போன்று இருப்பார்கள். கடவுளாகவே இருப்பார்கள். ஆகவே நீங்கள் உங்களுக்கு சொந்தமல்ல. நீங்கள் யாரும் உங்களுக்குரியவர்கள் அல்ல. ஆண்டவரே, பிள்ளைகள் உண்டு, அவர்களை எப்படி காப்பாற்ற? ஆலோசனை தருவோர் ஆண்டவர். உனக்குள் ஆண்டவர் உண்டா? அவர் ஆலோசனை தருபவர். உன்னை பரிசுத்தத்திலிருந்து விலகாமல் பாதுகாக்கிறவர் ஆண்டவர். நீங்கள் உங்களுக்கு சொந்தமல்ல. ஏனெனில் நீங்கள் ஆண்டவராகிய இயேசு கிறிஸ்துவின் இரத்தத்தினாலே விலைக்கு வாங்கப்பட்டவர்கள். ஹல்லேலூயா, ஹல்லேலூயா. அருமையான தேவ ஜனமே, ஆண்டவரின் பிள்ளைகளாக வாழுங்கள். பரிசுத்த ஜனமாக இருங்கள். பாவம் செய்யாதீர்கள். பொய் சொல்லாதீர்கள். நீங்கள் எல்லோரும் நல்லவர்கள் என்றாலும் ஒரு நபர் இருந்தால் ஆண்டவர் அந்த ஒரு நபருக்காக பேசுவார். பொய் சொல்லாதீர்கள். பெற்ற தாய் தகப்பனை போற்றி அவர்களுக்கு உணவளித்து அவர்களை சந்தோஷப்படுத்துங்கள். குடும்பத்தில் சமாதானத்தை நிலை நிறுத்துங்கள். ஏன்? ஆண்டவர் உன்னில் குடிகொண்டிருக்கிறார். ஆண்டவராகிய கடவுள் உனக்குள், நீ வழியாக உங்கள் இல்லத்தில் வீற்றிருக்கிறார். பேரொளியாய் பிரகாசமாய் காணப்படுகிறார். ஆண்டவர் செயலாட்டுகிறார். ஆண்டவர் கூட வருவார். ஆண்டவர் புத்தி தருவார். ஜீவனை பாதுகாப்பார். ஆண்டவர் நமக்குள் குடிகொண்டிருக்கிறார். அருமையானவர்களே, இடப்பாடு என்பதால் உங்களுக்கு என்னுடைய மகிமையான சத்து புரியாது. இரண்டு நிலையுடையவர்கள் உண்டு. ஆண்டவராகிய தேவனுடைய ராஜ்யத்தின் மக்கள் பெயர் எழுதப்பட்டவர்கள். ஆண்டவருடைய ராஜ்யத்தின் மக்கள் அல்லாதவர்கள் என்ன தப்பும் செய்ய தயங்காதவர்களாக இருப்பார்கள். ஆண்டவரின் மக்களாயிருங்கள். எபேசியர் 5:1. ஆகவே அன்பு பிள்ளைகளாய், ஆண்டவரின் மக்களாய் நீங்கள் யாரை போல இருக்கணும்? கடவுளை போல ஒழுக முயலுங்கள். போதும். ஹல்லேலூயா, ஹல்லேலூயா. அருமையானவர்களே, எல்லோராலும் முடியுமா? முடியும்.
முடியும். உங்களை வழி நடத்துகிறவர்களை, அவர்களுடைய தோற்றத்தை தான் உங்களால் காண முடியும். அவர்களுடைய செயல் என்பது ஆண்டவரோடு கூடவே இருப்பார்கள். அவர் கூறுவதை மட்டும் செய்வார்கள். நீங்கள் யாரைப் போல் வாழ வேண்டும்? கடவுளைப் போல. யார் கூறுகிறார்? பவுல் சின்னப்பர். எல்லாம் விட்டவர், பெரிய செல்வந்தர். எல்லாம் விட்டு உலகம் எனக்கு குப்பை என்று கூறினார். உலகம் எனக்கு தேவையில்லை, செல்வம் எனக்கு தேவையில்லை, நான் பரலோக ராஜ்யம் போக வேண்டும். ஹல்லேலூயா. நான் பரலோகம் சென்று சேர வேண்டும். நீங்களும் சொல்லுங்கள், எனக்குள் ஆண்டவர் ஜீவிக்கிறார். ஹல்லேலூயா. என்னோடு ஆண்டவர் ஜீவிக்கிறார். ஆண்டவர் இருந்தால் அவர் பேசுவார், அவர் செயலாட்டுவார், அவர் அற்புதம் செய்வார், அவர் நன்மை செய்வார், வியாதியை சுகப்படுத்துவார், வேதனைகளை அகற்றுவார், துன்பம் துடைப்பார். பொல்லாத சத்துருக்களிடமிருந்து நீ ஜெயிக்கும்படியாய் உன்னை பலப்படுத்துவார். பேயின் ஆவிகளை உனக்கு முன்னால் இருந்து விரட்டி அடிப்பார். துர்மந்திரவாதிகள் உண்டு, துர்மந்திரவாதிகள் உண்டு. துர்மந்திரவாதிகளை சுட்டரித்து போடுவார். பேயின் ஆவிகளை சாம்பலாக்குவார். ஆண்டவர் செயலாட்டுவார், ஆண்டவர் செயலாட்டுவார், ஆண்டவர் நன்மை செய்வார், ஆண்டவர் அற்புதம் செய்வார். ஒன்றுக்கும் பயப்படாதிருங்கள். எதற்கும் பயப்படாதிருங்கள். உங்களுக்குள் இருப்பவர் உலகத்தில் இருப்பவனை விட பெரியவர் என்றால் ஆகாயத்தையும் பூமியையும் நிரப்பிக் கொண்டிருக்கிற ஆண்டவர் உனக்குள் குடிகொண்டிருக்கிறார். அருமையானவர்களே, நல்ல தேவனுக்கு கோடி கோடி நன்றி சொல்லுங்கள். நீங்கள் வேலை செய்யும் நேரத்திலும் உங்கள் உள்ளத்தினுள் அவரை போற்றி துதியுங்கள். நீங்கள் கடலிலோ கரையிலோ, நீங்கள் பள்ளிக்கூடங்களிலோ காலேஜுகளிலோ, வேலை தேடும் இடங்களிலோ புறப்பட்டு செல்லும் போதும் உங்கள் உள்ளங்களுக்குள்ளே ஆண்டவரை போற்றுங்கள். அவர் உங்களுக்குள் வாசமாக இருக்கிறார். அவர் உங்களுக்குள் குடிகொண்டிருக்கிறார். இது பணம் கொடுத்து வாங்க முடியாத, கோடிகள் கொடுத்து வாங்க முடியாத தேவராஜ்யத்தின் சம்பத்து உன்னுடைய இல்லத்தில் இருக்கின்றது. அந்த வெளிச்சம் உன் இல்லத்தில் இருக்கும் இருட்டையே அகற்றி விடுகிறது. ஹல்லேலூயா. அருமையானவர்களே, ஒரு நாள் கூட உங்களுக்கு பசி இராது. ஒரு நாள் கூட நீங்கள் உணவில்லை என்று சொல்ல முடியாது, காசில்லை என்று சொல்ல முடியாது. ஏன்? ஆண்டவர் உங்களுக்கு பட்டினியும் பசியும் துக்கமும் கண்ணீரும் தருவோர் அல்ல. ஹல்லேலூயா. அவர் வாழ்கிறார். அவரோடு நாம் வாழுவோம். ஆண்டவருக்கு கோடி கோடி நன்றி சொல்லுவோம். எல்லோரும் முழங்கால் படியிடுவோம். Praise the Lord, glory to Lord, glory to Lord, praise the Lord, glory to Lord, glory to Lord. ஆமென். ஆண்டவரே, ஆண்டவர் தருகிற உன்னதத்தின் ஆவி, ஆண்டவர் தருகிற உன்னதத்தின் ஆவி, சந்தோஷம் தரும் ஆவி, சமாதானம் தரும் ஆவி, நம்மில் குடிகொள்ளும் ஆவி, நம்மில் குடிகொள்ளும் ஆவி, நம்மில் குடிகொள்ளும் ஆவி, ஆண்டவர் தரும் ஆவி. ஆண்டவரின் ஜீவ மூச்சானது, ஆண்டவரின் ஜீவ சுசனமானது நமக்குள் வந்து தங்குகிறது. ஆமென். அல்லேலூயா. ஆமென். அல்லேலூயா. ஆமென். அல்லேலூயா. ஹல்லேலூயா. ஹல்லேலூயா. ஹல்லேலூயா.
ஹalleluya ஹalleluya. ஆண்டவரே எங்களோடு வாரும், ஆண்டவரே எங்களோடு வாரும் என்று கூப்பிடுங்கள். ஆண்டவரின் ஆவியானவர் உங்கள் இல்லத்தை நிரப்பட்டும், உங்கள் இல்லங்களில் கடந்து வரட்டும். ஹalleluya 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 ஹalleluya. ஆமென். ஹalleluya. பிரைஸ் தி லார்ட். உமக்கு நன்றி அப்பா, உமக்கு நன்றி செலுத்துகிறோம் அப்பா, உமக்கு நன்றி செலுத்துகிறோம். உமக்கு நன்றி ஆண்டவரே, நன்றி ஆண்டவரே. யாரும் தர முடியாத பெரிய சம்பத்தாகிய உன்னதத்தின் சக்தியே மக்கள் மேலான பினே உம்முடைய பிள்ளைகள் தாகம் தணிய தண்ணீரால் நிரப்பினீர். ஓட்டு தண்ணீரால் இறங்கியது, பெற்றுக் கொள்ளுங்கள். ஆண்டவர் தரும் ஜீவ ஆவியை பெற்றுக் கொள்ளுங்கள். Praise the Lord, glory to Lord, glory to Lord, praise the Lord, glory to Lord, glory to Lord, praise the Lord, glory to Lord. நன்றி ஆண்டவரே, நன்றி ஆண்டவரே. நன்றியோடுமை துதிக்கிறோம் ஆண்டவரே, நன்றியோடுமை ஸ்தோத்தரிக்கிறோம் ஆண்டவரே. ஆமென். உமக்கு நன்றி. ஜீவ பலமானவரே, ஜீவனானவரே, ஜீவசக்தியானவரே, எங்களை அன்போடு பாதுகாக்கிறவரே, எங்கள் அன்பின் தகப்பனே, எங்கள் அன்பின் தகப்பனே, எங்கள் அன்பின் தகப்பனே. உம்மை விட்டு பிரிய முடியாதையா, உம்மை விட்டு பிரிய முடியாதையா. நன்றி ஆண்டவரே, கோடி கோடி நன்றி, கோடி கோடி நன்றி. உமக்கு நன்றி, கோடி கோடி நன்றி, கோடி கோடி நன்றி, கோடி கோடி நன்றி. நன்றி ஆண்டவரே, உமக்கு நன்றி செலுத்துகிறோம். நன்றியோடுமை துதிக்கிறோம், நன்றியோடுமை ஸ்தோத்தரிக்கிறோம் ஆண்டவரே. உமக்கு நன்றி, உமக்கு நன்றி அப்பா, உமக்கு நன்றி அப்பா, உமக்கு நன்றி அப்பா, உமக்கு நன்றி. கோடி கோடி நன்றி, கோடி கோடி நன்றி. நன்றியோடு துதிக்கிறோம், நன்றியோடு மகிமைப்படுத்துகிறோம். எல்லோருக்கும் நற்செய்தி சொல்லும் வலிமையை தாரும் ஆண்டவரே. நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றி ஆண்டவரே. உமக்கு நன்றி, நன்றி, நன்றி. எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். ஜெபங்கேளும் நல்ல பிதாவே. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி, என் முழுள்ளமே அவருடைய பரிசுத்த நாமத்தை ஸ்தோத்திரி. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி, அவற்றை சகல நன்மையும் ஒருபோதும் மறவாதே. ஆமே, ஆமே. ஹalleluya, ஹalleluya, ஹalleluya. நன்றி தகப்பனே, உமக்கு நன்றி, நன்றி, நன்றி.